ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മറിയത്തിന്റെ സ്തോത്രഗീതം അനുദിനവും ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന ചൊല്ലുന്നവരിൽ അനേകം അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ കന്യകയുടെ സ്വന്തമായ ഏക പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അത് മറിയത്തിന്റെ സ്തോത്രഗീതമാണ്. മാതാവിന്റെ അധരങ്ങൾ വഴി സംസാരിച്ചത് ഈശോ ആയിരുന്നതിനാൽ ഈശോ തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ കർത്താവെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കൃപാവരത്തിന്റെ തലത്തിൽ പരിശുദ്ധമായ സൃഷ്ടിയിൽ നിന്ന് ഇതായിരുന്നു ദൈവം സ്വീകരിച്ച ഏറ്റവും വിശിഷ്ടമായ സ്തുതിയുടെ ബലി. ഒരേ സമയം വിനീതവും കൃതജ്ഞതാ നിർഭരവുമായ പ്രാർത്ഥനയാണത്. അതുപോലെ ഗീതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും പ്രൗഢവുമാണത്. മാലാഖമാർക്ക് പോലും അഗ്രാഹ്യമായ മഹത്വരവും അതിനിഗൂഢവുമായ രഹസ്യങ്ങളാണ് മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ മറിയത്തിന്റെ സ്തോത്രഗീതം ചൊല്ലിയാൽ പ്രകടമായ പല അത്ഭുതങ്ങളും നടക്കുക തന്നെ ചെയ്യും. നിയോഗം വെച്ച് നിങ്ങൾ ഇത് ചൊല്ലിയൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. പണ്ഡിതനായ ബെൻസോനിയൂസ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ഇതിന്റെ ശക്തി കൊണ്ട് സംഭവിച്ച പല അത്ഭുതങ്ങളെപ്പറ്റി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് തന്റെ ഭുജബലം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്താൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു എന്ന വചനം കേൾക്കുമ്പോൾ പിശാചുക്കൾ പോലും വിറച്ചുകൊണ്ട് ഓടിപ്പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല നിർണായക നിമിഷങ്ങളിലും മറിയത്തിന്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കുക. മാതാവ് നമ്മെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. കുടുംബങ്ങളിലൊക്കെ വലിയ വഴക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ മാറിപ്പോയി നിന്ന് ഈ മറിയത്തിന്റെ സ്തോത്രഗീതം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിക്കേ. വളരെ പെട്ടെന്ന് അന്തരീക്ഷം ശാന്തമാകുന്നത് കാണാനായിട്ട് സാധിക്കും. വലിയ ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. നമ്മൾ പലപ്പോഴും വായിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങളിലാണ് മറിയത്തിന്റെ സ്തോത്രഗീതം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.